പാലക്കാട് അർബൻ ബാങ്കിൽ നടന്നത് 1/2 കോടിയോളം രൂപയുടെ മുക്കുപണ്ട പണയ തട്ടിപ്പ്. മോഹനകൃഷ്ണൻ പണയം വച്ചതിൽ വീണ്ടും മുക്കുപണ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ പേരിലാണ് ഈ മുക്കുപണ്ട പണയം വച്ചിരിക്കുന്നതും. അരുൺ അലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഒറ്റപ്പാലത്തെ സഹകരണ അർബൻ ബാങ്കിൽ അതിൻ്റെ പത്തിരിപ്പാലം ശാഖയിൽ നടന്ന ആ മുക്കുപണ്ട പണയ തട്ടിപ്പ് അത് ഇപ്പോൾ 1/2 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ചതായിട്ടാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് CPM നേതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയെന്നുള്ളതായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ 27 ലക്ഷം രൂപ എന്നുള്ളത് പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അത് 45.5 രൂപ നഷ്ടം സംഭവിച്ചു എന്ന രീതിയിൽ പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്. ബാങ്കിലെ തന്നെ ജീവനക്കാരനായ മോഹനകൃഷ്ണനും ഈ മോഹനകൃഷ്ണൻ്റെ സഹോദരനായ CPMൻ്റെ തേങ്കുറിശി മുൻ ലോക്കൽ സെക്രട്ടറിയായ വാസുദേവനും അതുപോലെ തന്നെ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവി, മകൻ വിവേക് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ ആ 27 ലക്ഷം രൂപ എന്നുള്ളത് ഇപ്പോൾ 45.5 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അത്രയും മുക്കുപണ്ടം വിവിധ കാലയളവുകളിലായി ഈ ബാങ്കിൽ പണയം വെച്ച് പണം തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കൊല്ലം സ്വദേശികളുടെയൊക്കെ പേരിലാണ് പുതുതായി ഈ സ്വർണം മുക്കുപണ്ടം പണയം വെച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ മോഹനകൃഷ്ണൻ ഇയാളുടെ സഹോദരി പുത്രിയുടെ പേരിൽ ഉൾപ്പെടെ സ്വർണം പണയം വെച്ചതായിട്ടും ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷയത്തിൽ സമഗ്രമായിട്ട് അന്വേഷണം വേണമെന്ന് BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ P. വേണുഗോപാലും ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ തട്ടിപ്പിൽ ബാങ്കിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മോഹനകൃഷ്ണൻ്റെ ഈ വസ്തുക്കളൊക്കെ കണ്ടുകെട്ടാനുള്ള നടപടികൾ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒറ്റപ്പാലം കോടതിയിൽ ഇതിനായുള്ള അപേക്ഷകൾ ഉടൻ സമർപ്പിക്കുമെന്നും ബാങ്ക് അധികൃതർ സംഭവത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒറ്റപ്പാലം ബാങ്കിൻ്റെ ഈ അർബൻ ബാങ്കിൻ്റെ പത്തിരിപ്പാല ശാഖയിലാണ് ഇത്തരത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് വലിയ രീതിയിൽ 1/2 കോടിയോളം രൂപ തട്ടിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. CPMൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്.